എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും മന്ത്രിയാണോ ഡോക്ടർ കെ ടി ജലീൽ താങ്കൾ? നമുക്ക് 26% മുസ്ലിങ്ങൾ, 18% ക്രിസ്ത്യാനികൾ. ഈ അതിൽ 80-20 എന്ന അനുപാതത്തിലാണ് അതിൻ്റെ വിഭവ വിഹിതം തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ക്രിസ്ത്യൻ മിഷണറിമാർ തന്നെ ആക്ഷേപം ഉന്നയിക്കുന്നു. ഈ വിവേചനം എന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഈ വിവേചനമാണ് എന്ന് പറയുന്ന മത നേതാക്കളെ താങ്കൾ വിളിച്ച് സംസാരിക്കുന്നില്ല? ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ കടുത്ത വംശഹത്യയുടെ വക്കീലാണ്. അതിനിടയിലാണ് 80-20 പോലുള്ള കടുത്ത വിവേചനങ്ങൾ അവർ നേരിടേണ്ടി വരുന്നത്. അതിഭീകരവും അധാർമികവുമാണ് ഇത്തരം വിവേചനം. ഈ 80-20 പോലുള്ള ഈ വിവേചനം തുറന്നു പറയുവാൻ മനസ്സ് കാണിച്ച നികേഷ് കുമാറിന് ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. 80-20 ഇന്ത്യയിൽ എല്ലായിടത്തും ബാധകമാണ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു പച്ചക്കള്ളമാണ്. 80-20 എന്ന വർഗീകരണം കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. 80-20 അത് ഭരണഘടനാ വിരുദ്ധവുമാണ്. കാരണം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ 2014 ആക്ട് പ്രകാരം അതിൻ്റെ ചാപ്റ്റർ 3 പവർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദ കമ്മീഷൻ വകുപ്പ് 9 ഉപവകുപ്പ് കെ പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടു ടേക്ക് നെസസറി സ്റ്റെപ്സ് ടു എൻഷുർ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് മൈനോറിറ്റീസ് proportionate to their population in various employment projects and social development projects എന്ന് കൃത്യമായി അധികാരപ്പെടുത്തി ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് വിവിധ സർക്കാർ വകുപ്പുകൾ നടപ്പിലാക്കുന്ന തൊഴിൽ സാമൂഹിക വികസന പദ്ധതികളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം ഉറപ്പിക്കുന്ന ചുമതല കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. ക്രിസ്ത്യൻ മതവിഭാഗങ്ങളും മുസ്ലിം മതവിഭാഗവും തമ്മിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിൽ വലിയ വ്യത്യാസമില്ലാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ അവർ കാലങ്ങളായി, കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്തും ഇതേ സ്ഥിതി തന്നെയായിരുന്നു. കാലങ്ങളായി ഈ വിഷയത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്തു. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, മറ്റു മുസ്ലിം അല്ലാത്ത മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്തു എന്ന് ജലീൽ പറയുന്നുണ്ടല്ലോ. അത്തരത്തിൽ ചെയ്ത മഹത്തായ ഒരു കാര്യം, അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ന്യൂനപക്ഷ ഭേദഗതിയിൽ വരുത്തിയ ഒരു മാറ്റം, അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാം. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് അമെൻമെന്റ് ആക്ട് 2017. ഇറ്റ് അമെൻഡ് സെക്ഷൻ 3 subsection 2 clause B of the original act. Accordingly, the government have decided to amend the said section by substituting the letter A for the word another for the smooth functioning of the commission. ഇത് പ്രകാരം മുൻപ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ന്യൂനപക്ഷ കമ്മീഷനിൽ ഒരു മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ മറ്റു വ്യക്തി എന്ന് പറയുന്നത് അനദർ, മറ്റൊരു വിഭാഗത്തിൽ നിന്നും ആയിരിക്കണം. എന്നാൽ ഇപ്പോൾ അത് മാറ്റിയിരിക്കുന്നു. അനദർ എന്നുള്ളത് വേണ്ട എന്ന് വെച്ച് പകരം എ, അതായത് ഒരേ ഒരു വിഭാഗം മാത്രം മതി എന്നുള്ള ഒരവസ്ഥയിലേക്ക്. അതായത് ഇനി മുതൽ ക്രൈസ്തവർ അല്ലെങ്കിൽ മറ്റു മത ന്യൂനപക്ഷങ്ങൾ ഇനി ആ കമ്മീഷനിൽ ഉണ്ടായിരിക്കുന്നതല്ല, മുസ്ലിങ്ങൾ മാത്രമായിരിക്കും ആ ഒരു കമ്മീഷനിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇത്തരത്തിൽ വലിയൊരു മാറ്റം കൂടി ജലീൽ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇനി ശബ്ദിക്കാൻ ആരുമില്ലെന്ന് തന്നെ ഉറപ്പിക്കാം. ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾക്കായി 4 സ്ഥാപനങ്ങളാണ് ഉള്ളത്. ആ 4 സ്ഥാപനങ്ങളുടെ പേര് ഞാനൊന്ന് വായിക്കാം. ഒന്നാമത്തെ സ്ഥാപനം ഹജ്ജ് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, 2 വഖഫ് ബോർഡ്, 3 മദ്രസ ടീച്ചേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്, 4 കേരള സ്റ്റേറ്റ് മൈനോറിറ്റി ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ. ഈ 4 സ്ഥാപനങ്ങളാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 4 സ്ഥാപനങ്ങളിൽ 3 മുസ്ലിം വിഭാഗത്തിന് മാത്രമായി നീക്കി വെച്ചിരിക്കുന്നു. ഇത് തന്നെ 80-20 എന്നുള്ള ആ ഒരു വർഗീകരണത്തെക്കാൾ കടുത്ത ഒരു അനീതിയായി വേണം കണക്കാക്കുവാനായിട്ട്. ഈ കടുത്ത അവഗണനയെ പുച്ഛിച്ചാണ് ജലീൽ പറയുന്നത് ഞങ്ങൾ കൂടുതൽ കൊടുത്തു, ഞങ്ങൾ കൂടുതൽ മാറ്റിവെച്ചു എന്നൊക്കെ. നേരത്തെ പറഞ്ഞ 4 സ്ഥാപനങ്ങളിൽ 4ാമത്തെ സ്ഥാപനം കേരള സ്റ്റേറ്റ് മൈനോറിറ്റി ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ, ഈ സ്ഥാപനത്തിൻ്റെ 20% മാത്രം പദ്ധതികളുടെ ആനുകൂല്യങ്ങളാണ് ക്രൈസ്തവർക്ക് മാത്രമല്ല ബാക്കി മുസ്ലിങ്ങൾ ഒഴികെയുള്ള മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു അനീതിയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയ്ക്ക്
അഥവാ അവരുടെ പോപ്പുലേഷൻ അനുപാതമായിട്ടാണ് ആനുകൂല്യങ്ങൾ നൽകി വരുന്നത്.